90+ മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. അതെ, ഇന്ന് എന്റെ വിവാഹ ചടങ്ങല്ലേ. ഞാനല്ലാതെ ഇന്ന് എന്റെ ഈ ഫുൾ സെറ്റപ്പ് ഹൈജാക്ക് ചെയ്ത് ഇവിടെ കല്യാണം കഴിക്കാൻ വേറെ രണ്ടുപേരെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരാന്ന് മനസ്സിലായില്ലേ? ഫുൾ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആയിട്ടാണ്. ആരാത്? തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു തോന്നുന്നു. നേരെ ഇങ്ങനെ പിടിച്ചതാ. അപ്പൊ തകർക്കുക, പ്യൂർ എനർജി ഒക്കെ ഇനി മുന്നോട്ടേക്കും കാണണം. താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. സോ ജിൻസനും രേഷ്മയും നിങ്ങളുടെ കല്യാണ ദിവസത്തെ അതേ ലുക്കിലാണോ എത്തിയിരിക്കുന്നത്? ഏതാണ്ട് അതേ ലുക്ക്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ. പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ. വേറൊരു കല്യാണത്തിന് വേറൊരു കല്യാണത്തിന് അതെന്താ അങ്ങനെ? വേറൊരു കല്യാണത്തിന് ഇറങ്ങി വന്ന് മറ്റൊരു കല്യാണത്തിലേക്ക് വന്നിരിക്കുന്നു. നമുക്ക് മാത്രം പോരല്ലോ ഇതൊന്നും. അപ്പൊ എന്തായാലും ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. സോ ലെറ്റ് us look at their story of love. ഞാൻ ആദ്യം പ്രണയിച്ചത് പുള്ളിക്കാരുടെ പാട്ടിനെയാണ്. മലയാളികൾ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, നാട്ടിലെവിടെയാണ്? എനിക്ക് കുറെ നാൾക്ക് ശേഷം പുള്ളിക്കാരിയും ചിന്തിച്ച് തുടങ്ങിയത്, മനസ്സിൽ മുട്ടിട്ട് തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു. പെണ്ണെ പെണ്ണെ നിൻമൊഴി കാത്ത് തന്നെ തന്നെ ഞാനൊരു കത്ത് കൽവിനുള്ളിൽ കന്നിമഴ തൂകും പോലെ. എല്ലാരും പ്രേമിച്ച് കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ രേഷ്മ ആൻഡ് ജിൻസൺ ജിൻസൺ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു IT കമ്പനി വർക്ക് ചെയ്യാം. രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്. IT പ്രൊഫഷണൽസ്. രണ്ടുപേരും സെയിം സ്ഥലത്ത് തന്നെയാണോ വർക്ക് ചെയ്യുന്നത്? ആയിരുന്നു. കല്യാണ ശേഷം പുള്ളിക്കാരി പോയി, ഞാൻ അവിടെ തന്നെ നിന്നു. അത് ശരി. അപ്പൊ നിങ്ങള് വീട്ടുകാരൊക്കെ ഓക്കെ ആയിരുന്നു കല്യാണത്തിന്? അല്ല, ഒട്ടുമല്ല. അതൊരു വലിയ കഥയാ. എന്തുകൊണ്ട് അല്ല? എന്താണ് പ്രഥമ റീസൺ? എന്താണ് പ്രഥമ റീസൺ? ഞങ്ങളുടെ ഒരു ഇന്റർ റിലീജിയസ് മാരേജ് ആയിരുന്നു. ഒരു ഹിന്ദു ചെക്കന് ഹിന്ദു പെണ്ണിന് ക്രിസ്ത്യൻ ചെറുക്കിന് കൊടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് വലിയ ഇല്ലാന്നോണ്ട് ഞങ്ങള് കുറച്ച് കഷ്ടപ്പെട്ടു. ഹിന്ദു പെണ്ണിന് ക്രിസ്ത്യൻ ചെറുക്കൻ, അതാണ് യഥാർത്ഥ ഹിന്ദുസ്ഥാനി കല്യാണം. രണ്ടും കൂടെ കൂടിയത്. അല്ല, നിങ്ങളുടെ ജീവിതം ഒന്നിപ്പിക്കാൻ വേണ്ടി എന്തോ ഒരാളുടെ ഒരു ജ്യോത്സ്യന്റെ ഒരു കഥ ഉണ്ടെന്ന് പറയുന്നത്. അതാണ്, അദ്ദേഹമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ട്വിസ്റ്റ്. പുള്ളി ക്ലൈമാക്സിന്റെ പേരെന്താണ്? ക്ലൈമാക്സ് വരുന്ന ഒരു മനുഷ്യനാണ്. പേരറിയത്തില്ല, ആളെ കണ്ടിട്ടുമില്ല. ശരിക്കും പറഞ്ഞ ഞങ്ങള് അപ്പോ കഥ വളരാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഈ രശ്മിയുടെ മമ്മി ഒരു ഭയങ്കര വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യനുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ കണ്ടിട്ട് മൊട്ടയിൽ എന്തോ എനിക്കൊരു പണിക്കുള്ള വകുപ്പായിട്ട് പോയതാണ്. അപ്പൊ ആ മൊട്ട നമുക്ക് തിരിച്ച് ക്ലൈമാക്സിൽ ഒരു ഹാപ്പി എൻഡിങ് ആക്കി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളി ഒറ്റ ഡയലോഗ് ഇട്ടു. ഇത് പറയുന്നതിന് മുമ്പേ പുള്ളി പറഞ്ഞു, മോക്ക് ഇതുപോലൊരു കേസുണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ. അപ്പോൾ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ അവക്ക് വേണ്ടി ജനിച്ചതാണോ അങ്ങനെ എന്തോ പറഞ്ഞു. നല്ല അറിവുള്ള ആളായിരുന്നു പുള്ളി. ജ്ഞാനിയാണ്. അല്ല, എനിക്ക് അതൊന്നും പറയണ്ട. പുള്ളിക്ക് നീ എത്ര കൊടുത്തെന്ന് ഇപ്പൊ പറയണം. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, പക്ഷെ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത് താനപ്പം ഈ പറഞ്ഞ ജോത്സ്യനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അമ്മയ്ക്കാണ് ഈ ജോത്സ്യനെ വിശ്വാസം. അപ്പൊ ഒരു ദിവസം ജോത്സ്യൻ പറഞ്ഞു, ജോലി സ്ഥലത്തൊരു ചെറുക്കനുണ്ട്, അവൻ അവക്ക് വേണ്ടി ജനിച്ചതാണെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിലെന്തോ ഉണ്ട്. പിന്നെ അല്ലേ, ഞാൻ അത്രക്കാരൻ നഹി. നമുക്ക് ഇനി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് അമ്മയാണ്. അപ്പൊ അമ്മയുടെ അടുത്തും വിശേഷമൊക്കെ ചോദിക്കാം. അമ്മ പ്ലീസ് കം. അപ്പൊ ജിൻസന്റെ അമ്മയാണ് ഇവിടെ നമ്മുടെ കൂടെ. അപ്പൊ ഒരു ഇന്റർ ഫെയ്ത്ത് മാരേജ് ആണല്ലോ, ഇന്റർ റിലീജിയസ് മാരേജ് ആണല്ലോ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും സാധാരണ നമ്മൾക്ക് അറിയാം ഒരു എതിർപ്പ് വീട്ടിൽ നിന്ന് ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അമ്മേ? എന്നോട് ആദ്യം പറയുന്നത്, മമ്മി എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്ക് സ്നേഹം ഇഷ്ടമാണ്, പക്ഷെ അത് ഹിന്ദുവാ. ഞാൻ പറഞ്ഞു, അതിനെന്നാ മോനെ, നിനക്ക് ഇഷ്ടമാണ് കല്യാണം കഴിച്ചു, അവന് ഇഷ്ടം, അവന്റെ കൂടെ അല്ലേ ജീവിക്കുന്നത്. എനിക്ക് പരിപൂർണ്ണ സമ്മതമായിരുന്നു, സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു. ഭയങ്കര എതിർപ്പ് ആരെങ്കിലും പറഞ്ഞിരുന്നോ വീട്ടിൽ നിന്ന്? എതിർപ്പ് നമുക്കോ കൂട്ടത്തിലുള്ളവരൊക്കെ എതിർപ്പുണ്ടായിരുന്നു. അപ്പൊ അമ്മ അവരെ എങ്ങനെ നമ്മുടെ അവര് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലോട്ടല്ലേ വരുന്നത്, നിങ്ങളുടെ ആരുടെയും വീട്ടിൽ. എനിക്ക് ഇങ്ങനത്തെ I want അമ്മായിയമ്മ like this.
അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തൊരു നല്ല അമ്മ അല്ലേ. ഇവരുടെ ഇന്റർഫെയ്ത്ത് മാരേജ്, ഇന്റർ റിലീജിയസ് മാരേജിൽ ഏറ്റവും സപ്പോർട്ടീവ് ആയത് അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ബന്ധുക്കള് വന്ന് ഇടപെട്ടപ്പോ എന്റെ വീട്ടിട്ടല്ലേ വരുന്നതെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചൊരു അമ്മയാണ്. അതുകൊണ്ട് ഇവർക്കും ഞാൻ മറ്റേ നമുക്കന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ഏതാ നമ്മുടെ പണി ഇത് ബാക്കി വരുന്ന പാവക്ക ജ്യൂസ് ഒക്കെ നിനക്ക് എടുത്തോണ്ട് പോകാൻ വേണ്ടിട്ടല്ലേ. എന്റെ പുള്ളിക്കാരൻ ഇന്ന് രാത്രി പാല് കൊടുക്കുന്നതിന് വരെ 2 ഗ്ലാസ് പാവക്ക ജ്യൂസ് കൊടുക്കും. പായസം ഞാൻ കൊണ്ടുപോകും, പാവയ്ക്ക ജ്യൂസ് പുള്ളി കൊടുക്കും. എനിക്ക് വേണ്ട പാവക്ക ജ്യൂസ് ഉണ്ട്. ഇന്ന് അതിരാത്രി അല്ലേ കൊണ്ട് കൊടുക്കും. എന്നാ ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പൊ നിങ്ങൾ കുടിക്കണ്ട. ഓക്കെ, ഐ എം റിലീവിംഗ് യു ഓഫ് ഓൾ ദ പാവയ്ക്ക. അപ്പൊ അമ്മ താങ്ക് യു. അപ്പൊ അമ്മയ്ക്ക് കല്യാണം കൂടാനുള്ള ആഗ്രഹം കണ്ടോ? വളരെ ആഗ്രഹമുണ്ട്. എന്റെ അല്ലേ അമ്മ, എനിക്കും ഉണ്ടമ്മ, എനിക്കും ഭയങ്കര ആഗ്രഹമാണ് എന്റെ കല്യാണം കൂടാൻ. ഇപ്പൊ ഇത് നടക്കും വിശ്വസിച്ചു ഞാൻ കാണാനൊത്തതില് വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ ഇനി കണ്ടോണ്ടിരിക്കണം, മാറ്റി പറയരുത്. എനിക്കറിയില്ല. അപ്പൊ വാ നമുക്ക് അടുത്തത് നമ്മൾ ആരാണ് വരുന്നത് എന്റെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി എന്നറിയാൻ വേണ്ടി അവരുടെ സ്റ്റോറി ഓഫ് ലവ് കണ്ടിട്ട് തന്നെ തുടങ്ങാം അല്ലെ. അനൂപ് and ഐശ്വര്യ. കനവുകൾ കൊണ്ടാൽ തടമതിക്കാതെ. ബേസിക്കലി നമ്മള് ഫാമിലി റിലേറ്റീവ്സ് ആണ്. മൊറപ്പെണ്ണായിട്ട് വരും, പക്ഷെ അകന്ന ബന്ധുവാണ്. ചേച്ചിയുടെ കല്യാണത്തിനാണ് ആദ്യമായിട്ട് ഒരു വലിയ ഒരു കുട്ടിയായിട്ട് കാണുന്നത്. Anup and Aishwarya is here. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് വേറൊരു വിശേഷം കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താ എന്താന്നറിയില്ല. ഇത് രഞ്ജിനി ചേച്ചിയുടെ സ്വയംവരാണ്. അതെ, അതിനാണ് മറന്നുപോയി. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ സ്വയംവരത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ പൊളിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഐശ്വര്യ ആൻഡ് അനൂപും നമ്മളുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു നമ്മളുടെ അല്ല എന്റെ വിവാഹഘോഷത്തിന്. വിഷു എന്തെങ്കിലും ഇവരോട് പറയാനുണ്ടോ വന്നപ്പോൾ തന്നെ? എറണാകുളത്തും ട്രിവാൻഡ്രത്തുമായിട്ട് പ്രസ്സും ഉണ്ട്. ബേസിക് എവിടെയാണ്? 1.5 വർഷമായിട്ട് എറണാകുളത്ത് സെറ്റിൽഡാ. അത് കൊറോണ കാരണമല്ലേ? കൊറോണ. എറണാകുളത്താണോ ജനിച്ചു വളർന്നൊക്കെ? അല്ലല്ല, തിരുവനന്തപുരത്താണ്. സ്വന്തം സ്ഥലം തിരുവനന്തപുരം. ഓ വെരി ഗുഡ്. ഐശ്വര്യ എന്ത് ചെയ്യുന്നു? ഐശ്വര്യ ഹൗസ് വൈഫ് ആണോ അതോ എന്തെങ്കിലും? ഞാൻ സൈക്കോളജിസ്റ്റാ. സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. നിങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണോ? അല്ല, ഒരിക്കലും അല്ല. എന്നിട്ട് ഈ സൈക്കോളജി വെച്ചിട്ട് പുള്ളിയുടെ മനസ്സ് റീഡ് ചെയ്യാൻ പറ്റിയോ? കറക്റ്റ് ഒരു കാര്യമാണ് മുകേഷ് ചേട്ടൻ പറഞ്ഞത്. ഫുൾ സൈക്കോളജി പരമായിട്ട് എന്നെ കീഴ്പ്പെടുത്തിയത്. സൈക്കോളജിക്കൽ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന രീതി എന്തായിരുന്നു? ഒരു ഉദാഹരണം പറ. എനിക്ക് ഒരു ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നു, ഒരു പ്രേമം. അത് കൗൺസിൽ ചെയ്ത് അത് കുഴപ്പമില്ല ചേട്ടാ എന്ന് പറഞ്ഞ് ഈ കൗൺസിലർ അടിയിടുമ്പോ ഇവരടിയിടും ആ പെണ്ണുമായിട്ട്. അതിനുശേഷം ഞാൻ ആണുങ്ങളെ കൗൺസിൽ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കും. അപ്പൊ സംസാരിക്കുമ്പോ ഞാൻ പറയും, അയ്യോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ ഇത്ര റിലേഷൻ ഉള്ളതല്ലേ പറഞ്ഞ് കൗൺസിൽ ചെയ്യുമായിരുന്നു. അങ്ങനെ കൗൺസിൽ ചെയ്ത് ആ പെണ്ണ് പോയി. ഞാൻ ആ സ്ഥാനത്ത് വന്നു. നല്ല ബെസ്റ്റ് കൗൺസിലർ. നല്ല കൗൺസിലർക്കുള്ള സംസ്ഥാന അവാർഡ് ടൗൺ ഹാളിൽ വെച്ച് ഞാൻ കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ അമ്മയൊന്ന് വിളിച്ചാൽ നല്ലൊരു ഐഡിയ അല്ലേ അമ്മ? ഇവരുടെ ആ ഒരു ചെറിയ സ്റ്റോറി ഓഫ് ലവ് നമ്മൾ കണ്ടു. പക്ഷെ മരുമോള് ഭയങ്കര സംഭവമാണല്ലോ അമ്മേ.
അതെ 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 അല്ലേ? എന്തൊക്കെ മൾട്ടിപ്പിൾ ടാലൻസ് ആണ്. അതിന്റെ കൂടെ ബ്രേവറി അവാർഡും അല്ലേ? ബ്രേവറി അവാർഡ് എന്ന് പറഞ്ഞാൽ മറ്റേ പ്രസിഡന്റിന്റെ ധീരതയ്ക്കുള്ള ആർക്ക് കിട്ടി? ഐശ്വര്യക്ക് വീരശൂര പരാക്രമിയായ ഒരു മരുമകളെ കിട്ടിയാലുള്ള പ്രശ്നങ്ങൾ അറിയാലോ. അറിയാന്ന് മാത്രല്ല മുഖത്ത് അനുഭവിച്ചു എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. അറിയാം, അനുഭവിച്ചു. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. വീട്ടിൽ പോയിട്ട് ഞാനാ കേൾക്കണ്ടെന്നല്ല ആ എക്സ്പ്രഷൻ ഇപ്പിട്ടേക്കുന്നത്. എന്നെ കുഞ്ഞിലെ മുതലേ അറിയാം. ഞങ്ങളെ ഫാമിലി റിലേറ്റീവ്സാ. അപ്പൊ കുഞ്ഞിലെ മുതലേ അറിയാം. അങ്ങനെ പക്ഷെ അമ്മയല്ലോ സെലക്ട് ചെയ്തത്. ചേട്ടനാ സെലക്ട് ചെയ്തത്. കാരണം അമ്മയ്ക്ക് കുഞ്ഞിലെ അറിയാം. ബ്രേവറി അവാർഡ് കിട്ടിയിട്ട് പഞ്ചായത്തിന്റെ സ്വീകരണം കൊടുക്കുന്ന ചടങ്ങിലൊക്കെ അമ്മ പങ്കെടുത്തിട്ടുണ്ട്. അറിഞ്ഞില്ല. സത്യം പറഞ്ഞു, ഞങ്ങള് വെറുതെ വളാ. മെയിൽ ഐ ഡി ആണ് ഇവരെ ഒന്നിപ്പിച്ചത്. അച്ഛൻ ഇമെയിൽ ഐ ഡി മോന് കൊടുത്തു, ഫോൺ നമ്പറും കൊടുത്തു, ഫോൺ നമ്പറും കൊടുത്തു. അതോടെ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. അമ്മയുടെ ഞെട്ടല് കണ്ടോ? ഇങ്ങനെ ആവുമെന്ന്. പക്ഷെ എങ്ങനെയുണ്ട് അമ്മ ഇപ്പൊ ഇവരുടെ ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച്? നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ഇപ്പോഴേട്ടോ. 9 വർഷത്തിന് ശേഷം നല്ല രീതിയിലാണ്. അതല്ലേ നല്ലത്. എവിടെയാണ് ഇവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാറ്? നമുക്കത് കിട്ടിയാൽ നമ്മളൊന്ന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാം. എന്റെ മോന് കുറച്ച് മുൻദേഷ്യമൊക്കെ ഉണ്ട്. അത് ശരി, മോനാണോ ഇത് അറിയാലോ. ബ്രേവറി അവാർഡിന്റെ പേടിയാണെന്ന് തോന്നുന്നു എന്റെ അമ്മയ്ക്ക്. അമ്മ പറ കാര്യം പറ. നിങ്ങളെ അമ്മയെ സംസാരിക്കാൻ അനുവദിക്കണം കേട്ടോ. എനിക്ക് അമ്മേനെ സ്വഭാവം മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് എന്റെ അമ്മ പേടിച്ച് ഈ ചാലക്കുടി ഭാഗത്ത് FM കിട്ടൂലേ, തൃശ്ശൂരിൽ നിന്ന് ഇച്ചിരി കിട്ടും, എറണാകുളത്ത് നിന്ന് ഇച്ചിരി കിട്ടും. അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നും കിട്ടൂല. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ രണ്ടുപേരും കൂടെ പറയാം. അമ്മ പറയാമേ. ഹസ്ബൻഡ് ആദ്യം ഈ റിലേറ്റീവ് ആയോണ്ട് അധികം ഇഷ്ടമല്ലായിരുന്നു. പുള്ളിക്ക് അറിയാം തൈറോയിഡ്. പിന്നെ ഇവര് ഭയങ്കര പ്രശ്നം ആയപ്പോഴത്തേക്ക് ഞാനാണ് കുറച്ച് എല്ലാം ശരിയാക്കി. പിന്നെ നോക്കിയപ്പോഴും ഒരിക്കൽ ഇവര് ഡൽഹി പോയ കാര്യം ഞാൻ അറിഞ്ഞു. കല്യാണത്തിന് മുമ്പ് പറയാതെ ഡൽഹിക്ക് പോയി. വിവാഹത്തിന് മുമ്പ്. എന്റെ പാരന്റ്സ് ഒക്കെ കേട്ട് ഞെട്ടുന്നുണ്ടാവും. അത് അവിഹിതം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതെന്താ പിന്നെ? സ്നേഹം, പ്രേമം. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴും ഒരു ചെറിയൊരു മാല, പൊട്ടിയ മാല, 1-2 കാര്യങ്ങളൊക്കെ ഇരുന്നു. മോൻ USA-ലായിരുന്നു. ഞാൻ USA-ൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്താണ് പ്രശ്നം? ഇങ്ങനെ എനിക്ക് കിട്ടിയല്ലോ. ഒരു ഡയറി ഉണ്ടായിരുന്നു. ഒരു മോനാണെങ്കിൽ എല്ലാം ഓപ്പൺ ആണ്, ഒന്നും ഒളിച്ചു വെക്കുന്ന സ്വഭാവം ഇല്ല. ഡയറിയും മാലയുടെ പൊട്ടും വളപ്പെട്ടും ഷോക്കേസിൽ കൊണ്ടുവച്ച് നിങ്ങളെ സമ്മതിക്കണല്ലോ. പറ്റിപ്പോയി. ഇതൊക്കെ ഒന്ന് ഒളിപ്പിച്ചു വെക്കണ്ടേ? അങ്ങനെ പിന്നെ ഇത് തുറന്ന് എന്റെ അടുത്ത് പറഞ്ഞു. എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റസമ്മതം നടത്തുക. നീ ചെയ്തോ? ചെയ്തു, അതേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇവരിൽ നിന്നും കുറെ സംഭവങ്ങൾ നമുക്ക് കിട്ടാനിരിക്കുന്നു. ഇത് 3 എപ്പിസോഡാ. ഇതൊരു ഇന്റർനാഷണൽ സിനിമയാണ്. അമേരിക്ക, ഡൽഹി, കേരളം. ഇവിടെ 3 സ്ഥലത്തൂടെ താരാദാസ് നടത്തിയ യാത്രകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കുറെ സമയമുണ്ട്. തൽക്കാലം ഈ യാത്ര നമുക്ക് ഇവിടെ നിർത്താം. മധുരവെപ്പും ഇല്ല, ടാസ്കും ഇല്ല. ഇതിനൊരു സെലോ ടേപ്പ് മാത്രം ഞാൻ വാങ്ങിച്ചു. അച്ഛ കൈക്ക് തൈറോയിഡിന് 2 ഗുളിക കൊടുക്കും. പോരുത്, കല്യാണം കൂടിയിട്ട് പോയാൽ മതി കേട്ടോ. ശരി. അപ്പൊ എന്തായാലും നല്ലൊരു വരനെ നമുക്കല്ല എനിക്ക് തേടി തരണം. ഒരു കല്യാണ ചടങ്ങൊക്കെ ആണെങ്കിൽ കുറച്ച് പാട്ടും മേളമൊക്കെ വേണ്ട എന്റെ പിശു? വേണം. അതിന് വലിയൊരു കുറവ് എനിക്കിവിടെ തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട എന്റെ കുറച്ച് കൊച്ചു സുഹൃത്തുക്കൾ എത്തുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി കുറെ പാട്ട് പാടി അടിച്ചു പൊളിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയ 3 കൊച്ചു കുട്ടികളാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം ദി സൂപ്പർ ഹിറ്റ് ടോപ്പ് സിംഗേഴ്സ് ഋതുരാജ്, ശ്രീഹരി ആൻഡ് വൈഷ്ണവി. പാട്ട് തുടങ്ങി ഉത്സവം, നിലാവിനുത്സവം. ഗന്ധർവന്മാർ ദൂതയയ്ക്കും ദേവഹംസങ്ങൾ കുടഞ്ഞു കുങ്കുമം, കുളിർപ്പൂ ചന്ദനം. മോതിരങ്ങൾ പണിയും നീലി നീലി
പദമിന്നി പകുകുവാൻ മുള നടിയളന്നു കുയിലാളേ തെക്ക് തെക്ക് തെക്കേ പാടും മുത്ത് മുത്ത് മുണ്ടോൻ പാടും തൊട്ട് 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 വായോ ഇളം തെന്നലേ. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൾ വരൂ. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൾ വരൂ. പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ വയലിനു പുതുമഴയായി വാ കതിരാടകളായി വയണകൾ കദളികൾ ചാത്തും കുളിരായി വാ. വയലിനു പുതുമഴയായി വാ കതിരാടകളായി വയണകൾ കദളികൾ ചാത്തും കുളിരായി വാ. ഇളവേൽക്കുവാൻ ഒരു പൂങ്കുളിർ നറുമുന്തിരി തളിർ പന്തലും ഒരു വെൺപട്ടു നൂലിഴയിൽ മുത്തായി വരൂ. ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോൾ വരൂ. സോ മച്ച്. എന്റെ ഈ ഒരു വിവാഹ ചടങ്ങും നമ്മളുടെ ഈ 12 കപ്പിൾസ് വരുന്ന ഈ ഒരു നല്ല ദിവസം കൂടുതൽ സ്പെഷ്യൽ ആക്കിയതിന് താങ്ക് യു. രഞ്ജിനി ഒരു പാട്ട് പാടണം. जरा सा झूम लूं मैं, जरा सा घूम लूं मैं, तुझे चूम लूं मैं. ഓക്കെ, സോ നെക്സ്റ്റ് എന്റെ ഈ ഒരു ചടങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അടിപൊളി ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് കോട്ടയത്ത് നിന്നും 2 പേര് എത്തുന്നുണ്ട്. അച്ചായൻ അച്ചായത്തി, കം ഓൺ. ലവ് മാരേജിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് എനിക്കില്ല എന്തായാലും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എന്തായാലും ഇത്രയും കാലോട് ചേച്ചിക്ക് എന്നെ അറിയാലോ, അപ്പം അങ്ങനെ എൻ്റെ എന്തായാലും മമ്മി പറയുന്ന ഒരാൾ അത്രേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ മമ്മിയായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ മമ്മിയുടെ അടുത്ത് കാര്യം ഡയറക്റ്റ് ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മമ്മി എനിക്ക് അനുഷ്യാനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പപ്പ മരിച്ചു പോയതോ കേട്ടോ. എനിക്കിങ്ങനെ ഫാമിലി മീൻസ് പപ്പ മമ്മി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. ഇനി ഞങ്ങളുടെ ജീവിതം ഭയങ്കര കളർഫുള്ളായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊന്നുകൂട്ടി വന്നതിന് ശേഷമാണ്. ഞങ്ങളുടെ മോൾ കേട്ടോ, ഇപ്പോൾ 10 മാസമായി. അവൾ വന്നതിന് ശേഷമാണ് ശരിക്കും പറയാൻ ഒരു ഭയങ്കര സന്തോഷം. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് തന്നെ ഫിലിമിന് അവൾക്ക് വേണ്ടിയാണ്.
ഷോപ്പിലാണേലും ആള് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഷോപ്പിൽ വരും, എൻ്റെ അടുത്ത് വരും, എനിക്ക് ഹെൽപ്പൊക്കെയാണ്. ഞാൻ എവിടെയെങ്കിലും പിന്നെ ഇച്ചിരിയൊക്കെ എനിക്ക് ബന്ധങ്ങളായി, ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ പൊതുപ്രവർത്തനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഒത്തിരി ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മാറുമ്പോൾ ആളെനിക്കൊരു ഹെൽപ്പ്. Welcome to the jungle, pack of lions can't be tamed. We on the way up, when you're staring at the ground. We don't make a lot of noise, just get ready for the sound. അപ്പൊ നിങ്ങൾ തകർക്കുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല, നിങ്ങൾ തകർത്തിരിക്കും. അപ്പൊ കോട്ടയത്തിന്റെയും അച്ചായന്റെ എനർജി ഒക്കെ എടുത്ത് നമുക്ക് തകർക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിൻസ് ആൻഡ് അനുഷ വേഷം കലക്കി. അടിപൊളി അടിപൊളി, ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. കല്യാണത്തിന് വരുന്നുണ്ടേ, കുറയ്ക്കാൻ പാടില്ലല്ലോ. അതെ അല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ കല്യാണത്തില് വെറുതെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ നിങ്ങളുടെ ഒരു വരവ് കണ്ടില്ലേ? പിന്നെ ഇതെല്ലാം എന്നാ ഇരിക്കുന്നത് എന്റെ വിഷു നമ്മുടെ കോട്ടയംകാരാണ്. ആ ഭാഷയിൽ തന്നെ ഉണ്ട്. പാലയാണോ? പാല. അതെ. എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ബിസിനസ്സാ. എന്ത് ബിസിനസ്സാ? പാലായില ഒരു ബേക്കറിയും കഫേയും കൂടെ നടത്തുക. എന്താണ് മെയിൻ ഐറ്റം? ഫലൂഡ, ഷെയ്ക്സ്, അങ്ങനത്തെ ഐറ്റംസ് ആ കൂടുതലും. പിന്നെ കോളേജാണ്, സെന്റ് തോമസ് കോളേജ്, അൽഫോൺസ കോളേജോ, കോളേജിന് തൊട്ട് സൈഡിൽ തന്നെയാണ്. വെരി സ്മാർട്ട് മൂവ്, നല്ല പൊസിഷനിങ് അല്ലേ അനുഷ? തീർച്ചയായിട്ടും. അനുഷ എന്ത് ചെയ്യുന്നു? ഞാൻ ആയുർവേദ ഡോക്ടറാണ്, പാലായിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടിയത്? ഒപ്പം ചോദിച്ചു, സെയിം പിഞ്ച്. അതാണ് നമ്മുടെ മനപ്പുറത്ത് എന്ന് പറയുന്നത്. എങ്ങനെ കണ്ടു? അതായത് ഡോക്ടർ പപ്സ് തിന്നാൻ ബേക്കറി വന്നതാണോ, നിങ്ങൾ മുട്ടുളുക്കിയിട്ട് തിരുമാൻ പോയതാണോ? അത് അത്രയും പറഞ്ഞാൽ മതി. തിരുമാൻ പോയതാ അല്ലേ? അവിടുന്ന് കൊണ്ടതാ. കോളേജിന്റെ ഓപ്പോസിറ്റ് കട നടത്തുന്നവർ ഇടയ്ക്കിടയ്ക്ക് തിരുമ മേടിക്കേണ്ടി വരും. എവിടെയാ തിരുമാൻ പോയത്? എവിടെ? നമ്മുടെ ഒരു കസിന്റെ ഹോസ്പിറ്റലാ, ഇവിടെ മലബാറിലായിരുന്നു. അനുഷ മലബാറുകാരിയാ, കാസർഗോഡ്. നീ വയ്യാത്ത കാലം വെച്ച് കാസർഗോഡ് പോയി തിരുമാൻ പോയോ? ഞാൻ പഠിച്ചത് മംഗലാപുരത്താ പഠിച്ചത്. ട്രീറ്റ്മെന്റ് എന്ന ആളവിടെ ഹൗസ് സർജൻസിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വന്നു. അങ്ങനെ കണ്ടു പരിചയപ്പെട്ടു. പുള്ളിക്കാരി ഒരു 21 ദിവസത്തെ ട്രീറ്റ്മെന്റ് ചെയ്തു. അതുപോലെ തന്നെ മമ്മിക്കും പപ്പായ്ക്കും പെയിൻ ഉണ്ടായിരുന്നു. ആ ടൈമിൽ മമ്മിയും പപ്പായും വന്നു. ആളാണ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത്. മമ്മിക്ക് ഭയങ്കരമായിട്ട് ആളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മമ്മിയെ ഇഷ്ടപ്പെട്ടപ്പോൾ മമ്മി പറഞ്ഞു, ആള് കൊള്ളാലോ, മിടിക്കുകയാണല്ലോ. എനിക്ക് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട്. അപ്പം ചേട്ടായിക്ക് ഒരു കല്യാണ ആലോചന ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ആളെ ഇഷ്ടപ്പെട്ടപ്പം മമ്മി പറഞ്ഞു, പപ്പായോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അനുഷേനെ ചേട്ടായിക്കൊന്ന് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. മമ്മി തിരക്കി 21 വയസ്സ് ആൾക്ക്. അപ്പോൾ ചേട്ടായിക്ക് 30 വയസ്സോളം ഉണ്ട്. അപ്പം പെട്ടെന്ന് പപ്പ പറഞ്ഞു, അത്രയും പ്രായക്കൂടല്ലേ, അപ്പൊ വേണ്ടാന്ന്. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, കുഴപ്പമില്ല, താഴെ ഒരാളുണ്ടല്ലോ നമുക്ക്. ഇതാണ് ബാഹുബലിയുടെ കഥ, സെക്കൻഡ് പാർട്ടിന്റെ കഥ ഈ സംഭവമായത്. അത് മാത്രല്ലേ, മമ്മി മെഡിക്കൽ കൊച്ചാന്ന് തിരുമ്മിട്ടേ മർമ്മത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് മകനെ കെട്ടിച്ചു തരുമോ? കൊള്ളാം, മിടിക്കുക, കെട്ടിക്കോന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ തെറ്റിച്ച് വിട്ടാലുണ്ടല്ലോ പിന്നെ ജീവിതകാലത്ത് ഈ മസിലും പേശിയും കൂടെ ചേർന്ന് അങ്ങനെ എന്തോ ഒരു ഞൊടുക്കുമർമ്മല്ലേ ചെയ്തത്? മർമ്മ ചികിത്സയല്ല, തിരുമാനാന്ന് പറഞ്ഞ് കുഴമ്പിട്ടിട്ട് ഒന്ന് ഇങ്ങനെ തിരിച്ച് പിടിച്ചൊരു ലോക്കല്ലേ, മറ്റേ ഇന്ത്യയിൽ കമലാസൻ ഇടുന്ന പോലത്തെ ഒരു ലോക്ക് കിട്ടോ? ഇനി എന്തായാലും വേറെ പോകൂലേ തീരുമാനം. റബ്ബർ ഷീറ്റ് ഒരെണ്ണത്തിന് ഇപ്പൊ എന്നാ വില? റബ്ബറിന് ഇപ്പൊ 145-150. അതന്നെ 2 വില കിട്ടുമോ? 2 തരം സീറ്റ് ഉണ്ടല്ലോ. ഏതൊക്കെ 2 തരം ഷീറ്റ്? എ സൈസും യു സർട്ടിഫിക്കറ്റ്. 2 തരത്തിലെ റബ്ബർ ഷീറ്റ്. മറ്റേത് യു. നിങ്ങൾ റബ്ബറിനെ കുറിച്ചൊക്കെ പഠിച്ചു? എവിടെയാ സ്ഥലം? ഞാൻ കാസർഗോഡായിട്ട് റബ്ബറിനെ കശുവണ്ടിയെ കുറിച്ചല്ലേ നിങ്ങൾ പഠിക്കേണ്ടത്? അവള് പാലക്കാരിയായിരുന്നു. അവള് ഭരണങ്ങാനത്ത് നിന്ന് അങ്ങ് പോയവരാ. ഭരണങ്ങാനത്ത് ഏത് പ്രായത്തിൽ പോയി? പൂർവികന്മാര് പോയതല്ലേ? എന്നും പറഞ്ഞ് റബ്ബറിന്റെ പ്രസന്റ് വില അറിയേണ്ട വല്ല കാര്യമുണ്ടോ? മലയോര ഏരിയയിലല്ലേ കാസർഗോഡ് റബ്ബറുണ്ടോ? ഞങ്ങൾക്കുണ്ട്. എന്റെ അമ്മ ഒന്ന് രക്ഷിക്കോ, അമ്മ വന്നിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരൂ. കാസർഗോഡ് റബ്ബർ ഉണ്ടോ ഇല്ലയോ? സന്തോഷം എന്റെ അമ്മ എന്റെ കല്യാണ ചടങ്ങിന് എത്തിയതിൽ. അടിപൊളി വേഷത്തിലാണ്. ഇവരെപ്പോഴും ഇങ്ങനെയാണോ? എന്ത് പറഞ്ഞാലും ഫുൾ സ്റ്റൈലിലാണോ രണ്ടുപേരും? മോൻ എപ്പോഴും സ്റ്റൈലില്ല. അപ്പൊ മോൾക്ക് സ്റ്റൈല് കുറവാണോ? സ്റ്റൈല് കുറവൊന്നുമില്ല. അവര് 2 പേരിൽ മോനാണ് കൂടുതൽ. അതെ. ആ, ഇവര് തമ്മിൽ എങ്ങനെയുണ്ട് അമ്മേ വീട്ടിലൊക്കെ? അടിപൊളിയാണോ അടിപൊളിയാണോ? അടിപൊളിയാ. മമ്മിക്ക് ഞാനൊരു പള്ളിയിലച്ചനാണെന്നായിരുന്നു ആഗ്രഹം. മമ്മി പള്ളിയിലച്ചനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിൽ അവന്റെ പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞാ അച്ഛനാണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് പരിപാടി?
കുർബാന ചെല്ലുന്ന നന്നായി ചെയ്യായിരുന്നു. എന്നിട്ട് എവിടെയാ തെറ്റിപ്പോയ വഴി? വഴി തെറ്റിപ്പോയി. ഒരു 5 വയസ്സ് വരെ പിള്ളേർക്ക് ഒരു ചെറിയ ആത്മീയ ബോധമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇവൻ ആ വഴി തിരിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ആ പ്രദേശത്തേക്ക് വല്ല അമ്മച്ചി ഓർത്ത് ഇവൻ ഈ വഴി അങ്ങനെ ഇവൻ നടക്കുമ്പോ തലയ്ക്ക് ചുറ്റും മറ്റേ പ്രകാശവട്ടം ഉണ്ടാവും എന്നൊക്കെ അമ്മ വിചാരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചില്ലേ? വാവ അമ്മേനെ ഇട്ട് നമ്മൾ കുഴപ്പിക്കരുത്, നമുക്ക് ഇവരെ കുഴപ്പിക്കാം. അപ്പൊ പറ, അമ്മയെ കുറിച്ച് ഇങ്ങോട്ട് പറ. എങ്ങനെയാണ് അമ്മ? മമ്മി ആളൊരു വെറും പാവാണോ? ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിഷമം വരും, പെട്ടെന്ന് കരയുകയും ചെയ്യും. ലാസ്റ്റ് അമ്മ കരഞ്ഞത് എന്തിനാണ്? ഇപ്പം കുഞ്ഞ് ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട്. റൂമിൽ ഈ ഷൂട്ടിങ്ങിന് വന്നപ്പോ കുഞ്ഞവിടെ റൂമിലാണ്, അതുകൊണ്ട് അമ്മ കരഞ്ഞു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി അമ്മ പെട്ടെന്ന് തന്നെ നമുക്ക് റൂമിലേക്ക് അമ്മനെ വിടാം അല്ലേ? നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് വിടുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്റെ കല്യാണ ചടങ്ങിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. അമ്മ പറ്റുമെങ്കിൽ നിൽക്കണേ, അമ്മയുടെ അനുഗ്രഹം കൂടെ വേണം. എല്ലാവരുടെയും അനുഗ്രഹം കിട്ടി അത്രയും അമ്മ എന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് വരൂ, നമുക്ക് ഇവിടെ കല്യാണത്തിന് കൊച്ചിനെ കൂടെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, പാവ അമ്മ. അമ്മേനെ വിഷമിപ്പിച്ച രണ്ടെണ്ണത്തിനെ ഞാൻ പഞ്ഞിക്കിടും. നമ്മളുടെ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും എന്ന ഷോയിലെ ഒരു അതിഥിയാണ്. എന്റെ വിവാഹ ചടങ്ങിലും നിങ്ങൾ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഒറ്റയ്ക്കേ ഉള്ളോ? ഇല്ല, വൈഫുണ്ട്. എവിടെ വിളിച്ചേ? ശരി ശരി. രണ്ടുപേരും ഫുൾ സ്റ്റൈലില് കണ്ണടയൊക്കെ വെച്ച് ഞങ്ങളുടെ കുമ്പളങ്ങി സ്റ്റൈലാണ്. എന്താ പേര് വിളിച്ചത്? ശരി. ശരി ഇങ്ങ് വന്നേ കേട്ടത്. സത്യത്തിൽ ശരിയാണ്, എന്റെ ശരിയാണിത്. എന്റെ ശരിയാണിത്. ആരെ തെറ്റിപ്പം? അല്ല സജീനെ അങ്ങനെ പറയാൻ പറ്റില്ല. സജി ഒരു വലിയ ശരിയാണ്, വലിയൊരു ശരി. അപ്പൊ രണ്ട് ശരിയും ചേർന്നാൽ ഞാൻ അതല്ലേ എന്റെ പരസ്യത്തിൽ പറയും, ശരിയും തമ്മിലുള്ള മത്സരമാണ്. ഇതാണ് ആ ശരിയിലെ ഒരു ശരി. അപ്പൊ ഈ ശരിയുടെ ഒരു കുമ്പളങ്ങി കഥയുണ്ട്, പ്രേമകഥയുണ്ട്. ആ പ്രേമകഥ നമുക്കൊന്ന് കാണണം. ജീവിതത്തിൽ വന്ന ഏറ്റവും എനിക്ക് ഇവരെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും കൂടാതെ പ്ലസ് തന്നെ എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള എല്ലാ ക്രൈസിസ് ഏരിയകളിലും അവർ കൂടെയുണ്ട്. തമ്മിൽ അടുത്തറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എപ്പോഴും ഡാൻസ് ക്ലാസ്സിൽ പോരുന്നത് സൈക്കിളിൽ. ഞാൻ പോകുന്നത് കഴിയുമ്പോഴേക്കും വല കൈ പിടിച്ചുകൊണ്ട് തന്നെ പതുക്കെ ഞാൻ അടുത്ത് വരുമ്പോഴേക്കും ഒരു കള്ളച്ചിരിയും ചിരിച്ചുകൊണ്ട് 3 വാക്കടിച്ച് കാണിക്കാറുണ്ട്. ആർക്കും അത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഉള്ള ഒരു മെസ്സേജ് കൈമാറലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടക്കുന്ന സിനിമകളുടെ എണ്ണം വളരെ കുറവാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവരോട് കൂടിയല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് സിനിമക്ക് പോകാതായി. മറ്റേ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് നടന്നു. അവർ നമുക്ക് വേണ്ടിയിട്ട് അവർക്ക് വേറെ ലോകമില്ല. കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലല്ലോ, കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കുടുംബത്തിൽ കൂടുമ്പോഴുള്ളതാണ് ഇമ്പോൾ ഒന്ന് കേട്ടിട്ടുണ്ടെന്നല്ല, നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് നല്ല രീതിയിൽ. പിള്ളേർ ഹാപ്പിയാണ്, വൈഫ് ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. What a happy love story. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. 4 മക്കളാണോ? സജി എന്തോ സജി. ശരിക്കും ഞങ്ങൾക്ക് 5ാമത്തെ കുട്ടിയാണ്. 4ാമത്തെ കുട്ടി ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ കുട്ടികൾക്കൊരു കുഞ്ഞുമാലാക എന്ന് പറഞ്ഞ വെള്ളി അവർക്ക് കാവലായിട്ടുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. 4ാമത്തെ ഒരാൾ ഞങ്ങൾക്ക് മിസ്സായിരുന്നു. ഞാൻ ഈ സജിയെ കണ്ടത് ദുബായ് എയർപോർട്ടിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ഫ്ലൈറ്റുകളൊക്കെ പോകുമല്ലോ. അപ്പൊ അവിടുന്ന് കുറച്ച് അമേരിക്കയ്ക്ക് കുറച്ച് ഫ്ലൈറ്റ് പോകും, അങ്ങോട്ടും അതിലൊക്കെ പല ആൾക്കാരും പോകുന്നുണ്ട്. സജി തിരക്ക് പിടിച്ച് വരുവാ ഇവിടുന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുമ്പം ഇറാഖിൽ നിന്ന് വന്നൊരു ഫ്ലൈറ്റ്, ഞാൻ ഇറാഖ് എന്നൊക്കെ നമ്മൾ അങ്ങനെ പോയിട്ടില്ല, ഇറാഖിൽ നിന്ന് വരുന്നൊരു ഫ്ലൈറ്റിൽ ഇവൻ ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് സജിനെ കണ്ടപ്പോൾ ഞാൻ സജി ഇത് എവിടെ പോയി? ഒന്ന് ഇറാഖ് വരെ പോയതാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എന്റെ ഫോണിൽ സജി ഇറാഖ് എന്ന് പറഞ്ഞാണ് ഞാൻ സേവ് ചെയ്തിട്ടേക്കുന്നത് നമ്പർ. ഇല്ല, ഞാൻ കുറച്ചാളും ദുബായ് കലാമണ്ഡലത്തിൽ ടീച്ചറായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നപ്പോഴത്തേക്ക് അവർ വിസിറ്റ് വിസ അടിച്ച് വിസ ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റേ ഗിഷിയിലേക്ക് പോകും. അപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ വിഷു ഫുൾ ടൈം കറക്കമല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വഴിക്ക് വെച്ചൊന്ന് കണ്ടുമുട്ടി, അത്രേ ഉള്ളൂ. സജിയെ എനിക്ക് പരിചയമുണ്ട്. സജി എന്താ ചെയ്യുന്നത്? സജി ഞാൻ ശരിക്കും ഒരു ഫിഷർമാനാണ്, പിന്നെ കൊറിയോഗ്രാഫറാണ്, പിന്നെ ഒരു ആക്ടർ കൂടിയാണ്. അതാണ് ചേട്ടൻ അറിയാന്ന് പറഞ്ഞത്. ചേട്ടൻ അറിയില്ല, ഞാൻ വിശദമാക്കി തരാം. പുള്ളി കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന പടം ഉണ്ടല്ലോ,
ശ്യാം പുഷ്കർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു ബേസ് തുടക്കമൊക്കെ സജിയുടെ ജീവിതകഥയിൽ നിന്നും കൂടെ പിടിച്ചെടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. സജി കുമ്പളങ്ങിക്കാരനാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒന്നല്ല ഒരുപാട് സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു നല്ല സിനിമാറ്റിക് ഡാൻസറും കൂടെയാണ് സജി എന്ന് പറയുന്നത്. അല്ല, സജിക്ക് ഇത് സ്വന്തമായിട്ട് ട്രൂപ്പൊക്കെ ഉണ്ടോ? സ്വന്തമായിട്ട് ട്രൂപ്പ് ഉണ്ട്. നമ്മുടെ കുറെ ഫിലിം അവാർഡ്സിന്റെ ഒക്കെ ചെയ്തിട്ടില്ലേ? ഇദ്ദേഹവും ഡാൻസ് ആണോ? അല്ല അല്ല. എങ്ങനെയാണ് നിങ്ങൾ മീറ്റ് ചെയ്ത്? ഡാൻസ് അല്ലെങ്കിൽ സാധാരണ ഈ ഡാൻസേഴ്സ് ഒക്കെ ചെന്നൈയിൽ തന്നെ ഡാൻസേഴ്സ് യൂണിയൻ ഉണ്ട്. ഡാൻസേഴ്സ് യൂണിയന്റെ എഴുതപ്പെടാത്ത ഒരു നിയമമുണ്ട്, കഴിവതും നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണം. അങ്ങനെ ഒരെണ്ണമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എല്ലാ സ്ഥലത്തും ഒന്നിച്ച് പോകുന്നു, ഒന്നിച്ച് കഴിവതും അല്ലാതെ പോകരുതെന്നൊന്നുമില്ല. അപ്പൊ എപ്പോഴും ഡാൻസറിന്റെ വൈഫ് ഡാൻസർ ആയിരിക്കും. അപ്പൊ അങ്ങനെ അല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ തേച്ചിട്ടൊക്കെ പോയി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂള് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓഫീസിലേക്ക് ഒരാളെ വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് അമ്മയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഓഫീസിലേക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്തുള്ള വേറൊരു പെങ്കൊച്ചിനെ ഞാൻ പറഞ്ഞേ ഓഫീസിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു അതല്ല, വേറൊരു കുട്ടിയുണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികളെയൊക്കെ നിയന്ത്രിക്കാനും ഒരു കുറച്ച് ഇതുള്ള ഒരാളായിരിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ സെലക്ട് ചെയ്താണ് ഓഫീസിലേക്ക്. പക്ഷേ അല്ല, അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇപ്പം കള്ളം പറയുവാണോ ഇല്ലയോ എന്നുള്ളത് എന്റെ കണ്ണട ഊരെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. സജി കണ്ണട ഊരിക്കെ സജിയൊക്കെ ആളെ അങ്ങ് കഥയൊക്കെ അങ്ങ് വരിക. അമ്മ പറഞ്ഞു മറ്റേ മറിച്ചാൽ ഞാൻ ഇനി പറ. അമ്മ പറഞ്ഞു മക്കളെ നോക്കാനൊക്കെ കേട്ട് അമ്മമാര് തമ്മിൽ അറേഞ്ച് ചെയ്താണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് അമ്മയും കൂടെ വിളിക്കാം അല്ലേ? അപ്പൊ നമുക്ക് അമ്മ. അപ്പൊ ഇതാണ് സജിയുടെ അമ്മ. സന്തുഷ്ട കുടുംബമാണെന്നാണ് വീഡിയോ കണ്ടപ്പോ നമുക്ക് മനസ്സിലായത്. അത് അങ്ങനെ തന്നെ അല്ലേ അമ്മേ? അതെ. അമ്മയുടെ പേരെന്താ? എലിസബത്ത്. കാലക്ക്. സജിയുടെ പിള്ളേരൊക്കെ എങ്ങനെ ഭയങ്കര വികൃതിയാണോ? ഇല്ല പാവങ്ങളാ. സജി ആയിരുന്നോ വികൃതി? ഇപ്പോഴത്തെ പിള്ളേരാണോ വികൃതി? സജിയും പാവാണ്. ഇവരാരും വികൃതിയല്ല, എല്ലാരും പാവം പിള്ളേരാ. എന്നാലും സജി ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു വികൃതി കാണിച്ചിട്ടുണ്ടാവൂലേ? ഇല്ല, ഒത്തിരി ജോലി എടുത്ത് കഷ്ടപ്പെട്ട മോനാ. അയ്യോടാ. അമ്മയാണ് ഷെറിജയെ ഓഫീസിലേക്ക് സജസ്റ്റ് ചെയ്തത് അല്ലേ? അതെന്താ കാരണം ഈ മോളെ എടുത്താൽ മതി എന്ന് പറയാൻ? ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്നോ അമ്മയുടെ മനസ്സില്? അങ്ങനെയൊന്നുമില്ല, എന്റെ മോനൊരു പെണ്ണ് വേണം. ഓഫീസിൽ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഇരുത്തിയാൽ എന്തായാലും ഇവൻ കെട്ടുന്നുള്ളത് അവച്ചിക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ട് ഇരുത്തി. അങ്ങനെ അവിടെ ജോലിക്ക് ഒരാൾ വേണോന്ന് പറഞ്ഞോണ്ട് അത്രേ ഉള്ളൂ. അല്ല, ഇതിനു മുമ്പ് അവരമ്മമാര് തമ്മിൽ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അറിയാം. അതായത് അമ്മയും ഞാനുമായിട്ട് കൂട്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, മോളെ എന്റെ മോൻ തരുപോന്നു. അമ്മയാണ് അപ്പൊ ഇതിന്റെ പിന്നിലെ അല്ലേ? അതെ. എന്നിട്ട് അത് ഇവനോട് പറയാതെ നമ്മൾ അവിടെ കൊണ്ടുപോയി കൃത്യം ജോലിക്ക് നിർത്തി കൊടുത്തു. ഓഫീസിലൊക്കെ ഇരുത്തിയതിനു ശേഷം ഞാൻ ചോദിച്ചത്. ഇരുത്തിയനാണ് ചോദിച്ചത്. അയ്യോ, ജോലിക്കായിട്ട് ഒരാൾ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൊണ്ട് ഇരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഇങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഇല്ല. പിന്നെ നല്ല കൊച്ചാന്ന് കണ്ടപ്പോ എന്റെ മോൻ പറഞ്ഞ് അനിയന് വേണ്ടി ആലോചിക്കാൻ. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് പെട്ടെന്ന് കല്യാണത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. ഞാൻ കോൺവെന്റിൽ പോയതായിരുന്നു. കോൺവെന്റിൽ പോയിട്ട് തിരിച്ചു വന്നതാ. കന്യാസ്ത്രീയാകാൻ വേണ്ടി പോയതാണ്. കോൺവെന്റിൽ പോയത് ഇടി പേടിച്ചിട്ട് പോയതാണ്. കല്യാണം കഴിച്ച ഭർത്താവിന്റെ ഇടി. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിന്റെ വൈഫുണ്ട് ആഷ്ലിയെ പറഞ്ഞത് മാഷിനി ഓഫീസിലിരിക്കുന്ന ആ കുട്ടീനൊന്ന് കല്യാണം കഴിക്കാൻ ആലോചിച്ചൂടെന്ന് ചോദിച്ചു. ഒരു ചോദ്യം കൂടെ ചോദിച്ചു ഞാൻ അവസാനിപ്പിക്കാം. തേപ്പ് കിട്ടിയ കൊച്ചിനെ ഈ കൊച്ചിനെ അറിയാമോ? നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ എല്ലാ കഥകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫുൾ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ഷോയ്ക്ക് പോയപ്പോ കണ്ടു. അതെന്നെ നോക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രലേഖയില പൂജാഭദ്രയോട് ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് ആരും കാണാതെ ഒരു മൂലയ്ക്ക് പോയെന്ന് കരഞ്ഞൂടെന്ന്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ഇവരെ കൂടുതൽ നമ്മള് ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലേ സജി? വരുന്നത് കിട്ടിക്കോളും. അപ്പൊ അമ്മ എന്തായാലും എന്റെ ഒരു കല്യാണം കൂടെ ഉണ്ട് അമ്മ. അത് കഴിഞ്ഞിട്ട് പോണ്ടി വരും, പക്ഷെ കഴിയണം അല്ലേ? അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ നാഞ്ഞു പിടിച്ചാ ഇന്ന് തീർക്കാം. കുറെ കപ്പിൾസ് എത്തിക്കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഗസ്റ്റ് വരാൻ ബാക്കിയുണ്ട്. അതിലടുത്ത ഗസ്റ്റ് വരാൻ പോകുന്നത് ദർശനയും ശ്രീകാന്തും ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഓരോ കപ്പിൾസിന്റെയും ഈ സ്റ്റോറി ഓഫ് ലവ് ഇത്ര ചെറുതൊന്നും അല്ല. അപ്പൊ ഈ ദർശനയും ശ്രീകാന്തിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് എപ്പിസോഡിൽ അറിയാം. പക്ഷെ ഇപ്പം നമുക്ക് അവരെ എന്റെ വിവാഹ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. ദർശന
രഥത്തിലൊക്കെ വരും. അപ്പൊ അംഗത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പ് എടുത്താണോ വന്നേക്കണേ? തീർച്ചയായിട്ടും. അല്ല പിന്നെ ഇതുപോലൊരു ഇവന്റ് ആയതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഓക്കെ രാജകീയമായിട്ട് തന്നെ വരാം. എന്തായാലും രഞ്ജിനിയുടെ കല്യാണം അല്ലേ, നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. അപ്പൊ എന്നാൽ അത് അടിച്ചു പൊളിച്ച് വന്നേക്കാന്ന് വിചാരിച്ചാണ് രഥം തന്നെയാക്കിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു. എന്റെ ഈ ഒരു ഗെറ്റ് ടുഗദർ, ഈ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട്. സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞ? കോട്ടയത്താണ്. രണ്ടുപേരും കോട്ടയംകാരാണ്. അല്ല ഞാൻ പാലക്കാടാണ്. മാരേജ് കഴിഞ്ഞ് ഇവിടെ സെറ്റിൽഡ് ആയതാ. അതെങ്ങനെയാണ് ഈ പാലക്കാടും കോട്ടയം കൂടെ? അത് ഭയങ്കര ഒരു കഥയുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ, ഈ കല്യാണ പ്രായം ഒന്നും അല്ലാത്ത പ്രായത്തിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് നടന്ന കുട്ടിയാണ് ഈ ദർശന. 17-ാം വയസ്സിലൊക്കെ ആരെങ്കിലും കല്യാണം കഴിക്കോ? അല്ല അതെങ്ങനെയാണ് 17-ാം വയസ്സിൽ എങ്ങനെയാണ് ഇദ്ദേഹം അറിഞ്ഞത്? പറഞ്ഞു കൊടുക്കൂ. പോലെ പോലെ. അല്ല ആക്ച്വലി കല്യാണം കഴിക്കാൻ വേണ്ടിയൊന്നും അല്ല. ഞങ്ങള് കുറച്ച് കസിൻസ് ചുമ്മാ ഒരു തമാശക്ക് ഈ ആ സമയത്ത് ഒരു മാട്രിമോണിയൽ സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ഒരുപാട് പരസ്യമൊക്കെ വന്ന സമയമായിരുന്നു. അപ്പൊ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ കയറി ഒരു പ്രൊഫൈല്, അന്ന് ഫേക്ക് അക്കൗണ്ടിനെ പറ്റി അറിയാത്തതുകൊണ്ട് ഫോട്ടോ ഒന്നും വെക്കാതെ അക്കൗണ്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇതിന്റെ ബാക്കിയുള്ള സൈഡ് എഫക്ട്സും ഇങ്ങനെ ഒരാൾ വന്ന് തലേ കയറുന്നു അറിഞ്ഞില്ല. ഞാൻ ആക്ച്വലി ടൈമിൽ കല്യാണത്തിന്റെ ഒരു ടൈം ആയപ്പോ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പല ആൾക്കാരെ കണ്ടു, നമുക്ക് അത്ര അങ്ങോട്ട് ഇതായില്ല, റെഡി ആയിട്ടില്ല. അപ്പൊ എനിക്ക് പാലക്കാട് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഒരു 18 വയസ്സിനകത്ത് ഞാൻ എന്റെ കണ്ണങ്ങ് ഉടക്കിയേ. അപ്പം ഈ 18 ഉടക്കി കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു കൗതുകം, എന്നൊന്ന് വിളിച്ചേക്കാം. 18 ബാക്കി എല്ലാം ഒരു അബൌട്ട് 20 മേളിലേ കണ്ടുള്ളൂ. 18 പാലക്കാട് ഇപ്പോഴാണ് കാണുന്നത്. നമ്പർ നോട്ട് ചെയ്ത് വൈകിട്ട് അങ്കിള് വിളിക്കുകയാണ്, കുട്ടിയുടെ വീട്ടിലോട്ട് അങ്കിൾ വിളിക്കുകയാണ്. അപ്പം കുട്ടി തന്നെ ഫോൺ എടുക്കുന്നു. ഒന്ന് വിളിച്ചേ മുകേഷ് ഏട്ടൻ പെണ്ണിന്റെ അച്ഛൻ. പെണ്ണിനോട് സംസാരിച്ചത് അല്ല ഇപ്പൊ ഒന്ന് ശീലം മനസ്സിലാക്കാൻ വേണ്ടി മുകേഷ് ഏട്ടൻ പെണ്ണിന്റെ അച്ഛൻ. ഹലോ ഹലോ, ഞാനിത് കോട്ടയത്ത് നിന്ന് വിളിക്കുകയാണ്. കോട്ടയത്തുനിന്ന്? കോട്ടയത്ത് നിന്ന് നിങ്ങൾക്ക് എന്താ കാര്യം? കോട്ടയത്ത് നിന്ന് ഞങ്ങള് ഒരു പ്രൊഫൈല് കണ്ടു, എൻ്റെ കുട്ടിയുടെ ഒരു പ്രൊഫൈല് കണ്ടു. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അനിയത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വിളിക്കുകയാണ്. എൻ്റെ പേര് സതീശൻ നായർ എന്നാണ്. കോട്ടയത്താണ് സ്ഥലം. അപ്പൊ എന്റെ അനിയത്തിന് നെവിയുണ്ട്. പുള്ളിക്ക് ഒരു കല്യാണത്തിന്റെ ഒരു പ്രൊഫൈൽ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പം ഒന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒന്ന് വിളിക്കുകയാണ്. കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പോ മരുമോന്റെ കയ്യിൽ കൊടുത്തേ. ഹലോ ഹലോ ഹലോ. നിങ്ങൾ അമ്മാവനും മരുമോനും ഒരേ സൗണ്ട്. അല്ല എന്തായാലും അതിന്റെ ക്ലൈമാക്സ് ഞാനന്ന് ആക്ച്വലി കുഞ്ഞായതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി ഒന്നും പിഞ്ചു കുഞ്ഞായതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് അമ്മയും കൂടെ വിളിച്ചാൽ പൂർണ്ണമാവും നമ്മളുടെ ഹാപ്പി ഫാമിലി. അമ്മ അമ്മേ, ഇവർ രണ്ടുപേരുടെ കുറെ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട് ദർശന? അമ്മ പറ. കുഴപ്പമില്ല. കുഴപ്പമില്ല പക്ഷെ നന്നാക്കാം കുറച്ചുകൂടെ നമുക്കല്ലേ? അവള് വിചാരിച്ചാ മതി. മോനോ? നമ്മുടെ സ്വന്തം മോൻ? നമ്മുടെ കുഴപ്പമില്ല. രണ്ടുപേരും കുഴപ്പമില്ലെന്നേ ഉള്ളൂ അമ്മേ. ഞാനൊക്കെ അമ്മയുടെ മോളെ ജനിച്ചിരുന്നെങ്കിൽ അമ്മ എന്ത് പറഞ്ഞേനെ? അല്ല അമ്മയ്ക്ക് കുറെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചോദിച്ചപ്പോ അതങ്ങ് പറയാനായിട്ട് പറയിച്ചോളാം. മോന്റെ ഒരു ഇഷ്ടമല്ലാത്ത സ്വഭാവം എന്നാ? മോന്റെ ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഫുൾ ടൈം. ഇല്ലില്ല ഒന്നുമില്ല. അത് കുഴപ്പമില്ല. പിന്നെന്താ പ്രശ്നം? ഫ്രണ്ട്സിനെ കണ്ടു കിട്ടി കഴിഞ്ഞാല് അവരുടെ കൂടെ ഒരു ദിവസമൊക്കെ ഒന്ന് എന്ത് ചെയ്യും? പലപ്പോഴൊക്കെ ഫ്രണ്ട്സിനെ കൈ കെട്ടി കഴിയുമ്പോ ഒരു 2 എണ്ണം. 2 എണ്ണല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ വീട്ടിൽ 2 തന്നെ പറയാറ്. ഇതൊക്കെ ഒരു നാക്ക. ദർശനയുടെ ഒരു നമുക്ക് ദേഷ്യം. എന്റെ എനിക്കും ഉണ്ട് അമ്മേ ദേഷ്യം. സ്നേഹമുള്ളവർക്ക് ദേഷ്യമുള്ളൂ അമ്മേ. വേറെ കുഴപ്പമൊന്നുമില്ല. ദേഷ്യം രണ്ടുപേരും. അല്ല ഇപ്പൊ കിട്ടും, സാധനം കിട്ടും. പറഞ്ഞോ. വേറെന്തെങ്കിലും? ദേഷ്യം. രണ്ടുപേരും കൂടെ സ്റ്റണ്ടൊക്കെ നടക്കോ? എന്തിനാണ് രണ്ടുപേരും കൂടെ സ്റ്റണ്ട് അടിക്കാറുള്ളത്? അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ രണ്ടുപേരും സ്നേഹമായിട്ട് ഇരിക്കുന്നതും കാണാം. കുറച്ച് കഴിയുമ്പോൾ ബാഗും ഒക്കെ എടുത്തു, ഡ്രസ്സൊക്കെ എടുത്തു. എന്നാന്ന് ചോദിക്കുമ്പോ ഞാൻ പോവാ. ഞാൻ പറഞ്ഞു നീ ബാഗ് എടുത്ത് അവിടെ വെക്ക്, പോകാനൊന്നും പോകുന്നില്ല. ഇറങ്ങും ഡ്രസ്സൊക്കെ എടുത്തു തിരിച്ചു തന്നെ വരുമല്ലേ, വേറെ എവിടെ പോവാനാ? കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ അറിഞ്ഞു. ഇനിയും അറിയാനിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. അപ്പൊ ഇവർക്ക് വല്ല ടാസ്ക് ഒക്കെ കൊടുക്കണോ നമ്മള്? വിഷുവിന്റെ അഭിപ്രായം അനുസരിച്ച് വിഷു എന്തെങ്കിലും കൊടുക്കും ഇവർക്ക്? നമുക്ക് കുറച്ചു നേരമായി ടാസ്ക് കണ്ടിട്ട് അല്ലേ? അപ്പൊ ഇപ്പൊ എന്നാ വേണം?
നമുക്കൊരു ചെറിയ ടാസ്ക് എന്തെങ്കിലും കൊടുക്കാം. ഞാൻ അമ്മയുടെ ചോദ്യം ചോദിക്കാം. അല്ല, ചോദ്യമൊന്നുമല്ല. മരുമോള് തിരിഞ്ഞു നിൽക്കുക. അമ്മ ബാക്കിൽ 5 താഴെയുള്ള ഏതെങ്കിലും ഒരു അക്കം വിരലോണ്ട് കാണിക്കണം. അമ്മ കാണിച്ച അക്കം ഏതാന്ന് മോള് പറയണം. ഇത് ആരാ മരുമോള്? രഞ്ജിനി മാറിക്ക്. എനിക്ക് അമ്മനെ ഇഷ്ടപ്പെട്ടു പോയി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. തിരിഞ്ഞു നിന്നോളൂ. മരുമോള് തിരിഞ്ഞു നിന്നോ. മോളിന്റെ പുറകെ കൊണ്ട് കാണിക്കണം. 5 താഴെയുള്ള ഒരു സംഖ്യ അമ്മ കാണിച്ചത് എത്രയാണെന്ന് മോള് പറ. കാണിച്ചു. മോള് പറ. പറ, മൈക്ക് പറ. 3 ആണോ? ആണോന്ന് ചോദിച്ചാ എങ്ങനെയാ? 3 എനിക്ക് തോന്നിയത്. അത് നിങ്ങളറിയാം. ജുബ്ബ ഇട്ടിട്ട് ഇങ്ങനെ അത് സംഭവിച്ചു പോകുന്നതാണ്. കാരണം ഞങ്ങളുടെ വീട്ടില് രാവിലെ ആയി കഴിഞ്ഞാൽ ഒരു പ്രിയദർശൻ സിനിമ ഓടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് അത് ഷാജി കൈലാസവും അത് പൊട്ടിയിരിക്കും. അത് രണ്ടുപേരും ഒട്ടും മോശമല്ല, രണ്ടുപേരും മോശം. ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്ന വ്യക്തിയാണ് ഞാനേ. ഇത് രണ്ടുപേരും ഇപ്പൊ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയോ കോയിൻസിഡൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അത് രാത്രിയിലാകുമ്പോഴത്തേക്കും അത് ചെറിയതായിട്ട് മാറുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ലൈഫിലാണ് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചുമ്മാ പറയുന്നതല്ലേ. എന്തൊരു മോനമ്മേ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇനി അമ്മ എന്റെ കല്യാണം ആണ്. ആണോ? സന്തോഷം. പോരുത്, അവിടെ ഇരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മളുടെ എല്ലാ കപ്പിൾസിനെയും എന്റെ ഗസ്റ്റിനെയും ഓൾമോസ്റ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ സേവ് ദ ബെസ്റ്റ് ഫോർ ലാസ്റ്റ് എന്നാണല്ലോ. അതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന രണ്ടുപേരാണ് എന്റെ ലാസ്റ്റ് കപ്പിൾ ഗസ്റ്റ്.
രണ്ടുപേരും വെറ്റിനറി ഡോക്ടേഴ്സ് ആണ്. ഐ ലവ് ദം ഓൾറെഡി. സോറി ഐ എം ലിറ്റിൽ ദാറ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആരാണ് ഇവരുടെ സ്റ്റോറി ഓഫ് ലവ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഐ നോ ഇറ്റ് ലിറ്റിൽ ബിറ്റ് ഓൾറെഡി, ബട്ട് ഇൻ ഡീറ്റെയിൽ ലെറ്റ്സ് വാച്ച്. വളരെ ഇമ്പൾസീവായിട്ടാണ് ഇപ്പം എൻ്റെ വൈഫായ സോണികയെ ഡോക്ടർ സോണികയെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടായിരുന്നു എൻ്റെ ഒരു റിയാക്ഷൻ. ഒട്ടും തെറ്റിയില്ല എന്ന് ഇതുവരെയും തോന്നുന്നു. രഞ്ജിനിയുടെ കല്യാണമാണ്. അപ്പൊ എക്സൈറ്റഡ് ആണോ? തകർക്കാൻ വന്നേക്കാണ്. അപ്പൊ തകർക്കുക. ഓക്കെ. എനിക്ക് ആക്ച്വലി ഇവരെ രണ്ടുപേരെയും വളരെ നല്ല രീതിയിൽ പരിചയമുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളും പട്ടികളും പൂച്ചകളും ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ഫോൺ വിളിക്കുന്ന ലിസ്റ്റിലുള്ള കുറച്ച് പേരാണ് ഇവരൊക്കെ. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എനിക്കറിയില്ല. എന്റെ വിവാഹ ചടങ്ങിൽ നിങ്ങൾ അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. കിഷോർ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാൻ വെറ്റിനറി ഡോക്ടറാണ്. ഞാൻ ഗവൺമെന്റിന് വേണ്ടി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു ക്ലിനിക്കും ഉണ്ട് വൈഫിന്റെ കൂടെ തൃപ്പൂണിത്തുറയില് പെറ്റ്സിന് വേണ്ടിയിട്ട്. വെറ്റിനറി ഡോക്ടർ തന്നെ. അപ്പം കുറച്ച് കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ രഞ്ജനിക്ക് ഒരു പാർട്ടിസിപ്പന്റ് ആയനെ. അല്ല, മുമ്പല്ല, ഇപ്പോഴും എന്റെ വളരെ അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് ഇവര്. ഞാൻ വിളിക്കുന്ന ആദ്യത്തെ 2-3 കോൾസിലുണ്ട് ഇവര്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ മീറ്റ് ചെയ്തത്? ഞങ്ങൾ കോളേജിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. ഏത് കോളേജാണ്? കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ്, മണ്ണുത്തി. അല്ല, അതിനു മുമ്പ് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? ഇല്ല, അറിയത്തില്ല. അതിന് മുമ്പ് അറിയത്തില്ല. എന്റെ 4 വർഷം ജൂനിയർ ആയിരുന്നു സോണിക. പുള്ളിയുടെ ഇമേജ് എങ്ങനെയാണ്? കുറച്ച് മോശമായിരുന്നു. അപ്പൊ പേടിച്ചിട്ടാണോ? നല്ലതാ. പേടിച്ചിട്ടാണോ? അതല്ല, കോളേജിലൊക്കെ കുറച്ച് അടി ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് കിഷോർ ഡോക്ടറെ അറിയുള്ളൂ. പഠിത്തത്തിലല്ല, അല്ല, കുറച്ച് ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ഒരു വിവാഹം, അതിന്റെ സക്സസ് ഫോർമുല എന്താണെന്നാണ് കിഷോറിന് തോന്നുന്നത്? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പേസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഒരേ മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി എൻജോയ് അവർ ലൈഫ് ആൻഡ് വി എൻജോയ് അവർ വർക്ക്. സോണിക്ക് എന്താ പറയാൻ പോകുന്നത്? കുറച്ചൊരു ചട്ടമ്പി ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല പണ്ട് കോളേജില്. മുന്നേ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. പ്രൊഫഷനോട് വളരെ പ്രൊഫഷണൽ ചട്ടമ്പിയായി. അങ്ങനല്ല, പിന്നെന്താ പറഞ്ഞ അത് പ്രൊഫഷണലായിട്ട് അങ്ങനെ എന്താ പറഞ്ഞത്? അല്ല, സ്വന്തം പ്രൊഫഷനോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ് ആൾ. ആത്മാർത്ഥത. പുറകിലത്തെ കാല് പുറകോട്ട് മടക്കാൻ പറ്റുന്ന 2 ജീവികളുടെ പേര് പറഞ്ഞു. ആന കറക്റ്റ് ആൻസർ ആണ്. I know that. Yeah, but he didn't know that. He's a doctor and you are anchor. കുതിരയ്ക്കൊന്നും പുറകിലത്തെ കാല് പുറകോട്ട് മടക്കാൻ പറ്റത്തില്ല. ഒട്ടകം കിടക്കും. ഒട്ടകമല്ലേ ജിറാഫ്? ശരി, ഒരു ചോദ്യം കൂടെ ചോദിച്ചു പറ്റുന്ന ഡോക്ടറെ. ഞാൻ പുറകോട്ട് പറക്കാൻ പറ്റുന്ന പക്ഷി? ഹമ്മിങ് ബേർഡ്. ഞാനൊരു സംഭവം, ഹമ്മിങ് ബേർഡ് കൊള്ളായിരുന്നു. നീ കാണിച്ച മുദ്ര ഭയങ്കര അലമ്പായിരുന്നു. ആ പുറകോട്ട് പോയതേ അരി പേറ്റുമ്പോ ചില ജീവി അരിയുടെ ഇടയിൽ കൂടെ ഓടിപ്പോയല്ലേ, അതുപോലെ ഇരിക്കുവായിരുന്നു. അല്ല, ഈ അഞ്ചൽ എന്ന് പറഞ്ഞ കൊല്ലം ജില്ലയാണ്. അവിടുത്തെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു ഈ ഉത്രാവധ കേസ്. പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക. അപ്പൊ ആ പാമ്പിന്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തത് കിഷോറാണെന്ന് പറയുന്നത് സത്യമാണോ? അതെങ്ങനെയാണ് ചെയ്തത്? ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ എന്ന രീതിയിൽ റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു വേറൊരു ജീവിയെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച വളരെ റെയർ കേസിൽ ഒന്നാണ് അത്. അപ്പം ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ജോബ് എന്ന് പറയുന്നത് അവിടെ ശരിക്കും ഇനി ഒരു ഫ്യൂച്ചർ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ഡിറ്ററൻ്റ് ആണ്. കാരണം ഒരു തടയിടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. സോ ഞങ്ങൾക്ക് DNA ഫിംഗർ പ്രിന്റിങ്ങും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജീസ് ഉണ്ട്. സോ അതൊരു കേസ് ആയതാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ റിവീൽ ചെയ്യാനും പറ്റില്ല. പക്ഷേ അത് വളരെ സയന്റിഫിക് ആയിട്ടാണ് അതിൻ്റെ എല്ലാ ഇതും ചെയ്തിരിക്കുന്നത്. സോ സമൂഹത്തിനോട് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആനിമൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് പുറകെ ഉണ്ട്, അത് ചെയ്യരുത് എന്നുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ കൊടുക്കാനുള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവരെ രണ്ടുപേരും എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷെ നമുക്ക് അമ്മേനെ ഒന്ന് വിളിച്ചാലും.
അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അമ്മ എന്റെ ഒരു കല്യാണം കൂടെ ആട്ടോ ഇന്ന്. അതാണ് എന്റെ ഫോക്കസ് അതാണ്. പക്ഷെ എന്നാലും നമ്മളുടെ കിഷോറും സോണിക്കൊക്കെ എവിടെ ഉള്ളപ്പം ഈ കിഷോർ കോളേജ് സമയത്ത് അല്ലെ മണ്ണുത്തിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ സോണിക അടുത്ത് പോയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ആദ്യത്തെ തവണ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് അമ്മ അടുത്ത് വന്ന് പറഞ്ഞപ്പോ അമ്മ എങ്ങനെ പ്രതികരിച്ചേ? എന്റെ അടുത്തല്ല പറഞ്ഞത്, ആണോ? പപ്പായുടെ അടുത്താ പറഞ്ഞത്. അതെന്താ എപ്പോഴും അങ്ങനെയാണോ? പപ്പായും മോനും കൂടെ ഒരു സെറ്റിയാർ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം പതിയെ പപ്പായുടെ മടിയിലോട്ട് അങ്ങ് കിടന്നു. സോപ്പിങ് അങ്ങ് കിടന്നേച്ച് ഒരു വശം തിരിഞ്ഞങ്ങ് കിടന്നേച്ചാണ് വിവരം. കിടന്നോണ്ടാ പറയുന്നത്. ചേട്ടനോട്ടിരുന്ന് ഭയങ്കര ചിരിയായിരുന്നു. ഇവൻ പറയുന്നത് നീ കേട്ടോന്ന് ചോദിച്ചു. ഞാൻ മന്ത്രടിച്ചു പോയി കേട്ടോ. എനിക്ക് അങ്ങനെയാണ് അവതരിപ്പിച്ചത്. എന്നിട്ട് അമ്മ ഓക്കെ ആയിരുന്നു, രണ്ടുപേരും ഓക്കെ ആയിരുന്നു. സോണികനെ മീറ്റ് ചെയ്തു. സോണിക ഒരു പാവാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ അവിടെ നിന്ന് ആലോചന തുടങ്ങുന്നു. എന്നിട്ട് എത്ര നാളെടുത്തു? കുറച്ച് 6 മാസമൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞാണ്. ഇപ്പൊ അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? മോൻ എടുത്ത ആ തീരുമാനവും വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഒരുപാട് നല്ലതാണ്. അമ്മ ഇപ്പൊ ഏറ്റവും അടുത്ത ആരാ? കിഷോറിന്റെ അടുത്താണോ കൂടുതൽ അടുപ്പം, സോണിക അടുത്താണോ? അങ്ങനെ ചോദിക്കല്ലേ. അങ്ങനെ ചോദിക്കും. രണ്ടുപേരും ഒരുപോലെ. ഞാനും വിളിക്കുന്നതും കൂടുതലും മോളെ. അത് തന്നെയാണ്. കാരണം ഞാനൊന്നുകൂടെ കുറച്ച് എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ സ്നേഹം ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ മോശമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ എനിക്ക് വളരെ സ്നേഹത്തോടെ അവർ മറന്ന വെറുതെ കള്ളം പറയുന്ന. നിങ്ങൾ തമ്മിൽ ആദ്യം ഒരു അണ്ടർസ്റ്റാൻഡിംഗിലെത്തി അമ്മയും മോനും. ഇല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ വീട്ടിലായിരുന്ന പപ്പായും അമ്മയും വിളിക്കുന്ന സോണിയെ തന്നെയാണ്. ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാ ഞങ്ങളെ കൊണ്ട് നടക്കുന്ന ഇവൻ. സത്യം. അമ്മ ഭയങ്കര ഫാനാണ്. ഭയങ്കര പാവാണ്. അപ്പൊ പിഷു, നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കലക്കാൻ പറ്റൂല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും കിഷോറും സോണിക്കയും വെറ്ററിനറി ഡോക്ടേഴ്സ് അല്ലാത്തൊരു രൂപത്തിൽ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ വിവാഹ ചടങ്ങിലും നമ്മളുടെ ഈ കപ്പിൾ ഷോയിലും ഭാഗമായിട്ടുണ്ട്. അമ്മയും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്കൊക്കെ അടിച്ചു പൊളിക്കാം. കൂടുതൽ സത്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ വക കോൺട്രിബ്യൂഷൻസ് എന്തായാലും ഉണ്ടാവും. സോ വിൽ ഹാവ് ഫൺ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇനി എൻ്റെ വിവാഹ ചടങ്ങിനെ പങ്കെടുക്കാൻ വേണ്ടി പ്ലീസ് ബി സീറ്റഡ്. രഞ്ജിനി ഒരു പാട്ട് പാടണം. जरा सा झूम लूं मैं, जरा सा घूम लूं मैं, तुझे चूम लूं मैं. രഞ്ജിനി തുടങ്ങല്ലേ, ചുമ്മാ അത് മാത്രം നോയിക്കൊണ്ടിരിക്കുക. കല്യാണത്തിന്റെ കാര്യത്തിനകത്ത് തീരുമാനം വേണം. ഭയങ്കര ഒരു കിടിലൻ ടാസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ജയിക്കുന്ന ആളിന് അങ്ങ് ഇതാണ് നമ്മുടെ ഫൈനൽ. സത്യ സാധനമല്ലേ? രഞ്ജനിക്ക് ഐസ് ഇഷ്ടമാണോ? ഏത് ഫ്ലേവറാ? വാനില, ചോക്ലേറ്റ്? ഇത് അതൊന്നുമല്ല. രഞ്ജനി മീൻ ചീത്തയാകാതിരിക്കാൻ പറ്റുന്ന കുറെ ഐസ് കട്ട കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ വന്നേക്കുന്നത്. എന്തിനാ സാബു ഇതിനകത്ത് മീൻ ചീത്തയായിരിക്കുന്ന വനില ഫ്ലേവർ എന്തിനാ? അതല്ലേ വിചാരിച്ചു സാബു കൊണ്ടുവന്ന ഐസ് എന്തിനാ? കട്ട കൊണ്ടുവരാൻ പറ. ബോയ്സ് ഐസ് കട്ട കൊണ്ട് വെക്കൂ. ലോകത്തുള്ള എല്ലാ ഐസ് കട്ടയും കൂടെ ഈ സ്റ്റേജിൽ കൊണ്ട് വെച്ചിട്ട് എന്താ കാര്യം? അല്ലെ, സംഭവം എന്താണെന്ന് അറിയാമോ? ഞാൻ ഈ രഞ്ജിനെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കേണ്ടവനല്ലേ. അപ്പൊ ഞാൻ തീക്കനലിൽ കൂടെ നടത്തിക്കണമെന്നുള്ളൊരു സംഭവമായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ തീക്കനല് പറ്റത്തില്ല, ഫ്ലോർ കത്തിപ്പോ. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഐസാക്കി. അവർ ഇതിനകത്ത് വന്നിട്ട് ഈ ഐസ് കട്ടയുടെ മുകളിൽ കയറി അങ്ങ് നിക്കണം. അവന് ജീവിത പ്രതിസന്ധികളോട് മല്ലിടാനുള്ള ഒരു ശേഷി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവന് കായികമായിട്ടും മാനസികമായിട്ടും ഉള്ള ശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്യാം, അവരെ വിളി. ഇറങ്ങിയ നേരത്തെല്ലാം വീര്യം കണ്ടത് നേരാണ്. കൊമ്പുകുലുക്കിയ വമ്പന്മാരിൽ മുമ്പേയുള്ളിവൻ ആരാണ്? റെഡിയല്ല, റെഡിയല്ല. 1 2 3 സാബുളിയാ? അല്ലല്ല, ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നു. ഒരു 2 ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞ അയാൾ എവിടെ പോയി? അല്ല, അതെ, ഈ വേറൊരു ചെറിയൊരു സംഭവം നടന്നു. ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തതിന്റെ ഒരു ചെറിയ പാളിച്ച വരുന്നതാണ് സംഭവം. ഈ പരിപാടി കണ്ടോണ്ടിരുന്നിട്ട് പുള്ളി ഡൈവേഴ്സ് ആയിപ്പോയിട്ടുള്ള ഭാര്യയെ ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കര പ്രശ്നം.
ചേട്ടൻ തിരിച്ചു വരണമെന്നും പറഞ്ഞ് പുള്ളി പോയി. പുള്ളി ഫോൺ കൊടുത്തിട്ട് റബ്ബർ തോട്ടത്തിനകത്തോട്ട് പോയിക്കുവോ. അപ്പൊ ഈ പരിപാടി കൊണ്ട് അങ്ങനെ ഒരു കുടുംബത്തിനെ ഒന്നിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു വലിയ സക്സസ് ആയിട്ട് വേണം കാണാൻ. നമ്മുടേതല്ലേ എന്റെ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തതല്ലേ. ഓ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. പിന്നെ ആയിക്കോട്ടെ, എനിക്ക് വേണ്ട ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോ. അപ്പൊ ഇപ്പൊ ഈ 3 പേരേ ഉള്ളൂ. ഇവര് നമ്മൾ ഐസായിട്ട് കയറ്റി നിർത്തുന്നു. ഇതിന് ടൈം ലിമിറ്റ് ഒന്നും ഇല്ലല്ലോ. ടൈം ലിമിറ്റ് ഒന്നുമില്ല. ആദ്യം ജീവൻ കൊണ്ട് ഓടുന്നവനെ നമ്മൾ പുറത്താക്കും. ബാക്കി 2 പേര് വരുമല്ലോ, ആ 2 പേരെ നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ വേറെ ടെക്നിക്ക് വെച്ചിട്ട് തിരിച്ചിടും. വിഷു ആണ് ജഡ്ജി. ഇതിപ്പോ ഞാൻ ഇതിനകത്ത് മറ്റേ സ്വജനപക്ഷപാതം കാണിച്ചെന്നും പറഞ്ഞു വരരുത്. ഇല്ല. അപ്പൊ എനിവേ ഓൾ ദി ബെസ്റ്റ് 3 പേർക്കും. റെഡി? നമുക്കൊന്ന് എൻകറേജ് ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. ഒരാൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്താന്നറിയാം, ഈ കല്യാണത്തിനകത്തൊക്കെ പറഞ്ഞല്ലോ നമ്മൾ ഈ ഫിസിക്കൽ എഫേർട്ട് ഇടാൻ തയ്യാറുള്ളവർ വേണമല്ലോ കെട്ടിച്ചു കൊടുക്കാൻ. അതെ. അതിൽ പക്ഷെ അതിദയനീയമായിട്ട് പരാജയപ്പെട്ടു കേട്ടോ. ഐസേട്ടൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. വേറൊന്നും തോന്നരുത്, എന്തുകൊണ്ട് യോഗ്യനായിരുന്നു, പക്ഷെ ഐസേട്ടയുടെ കാര്യത്തിൽ വീണുപോയി. അതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന് എലിമിനേറ്റ് ചെയ്യും. അടുത്ത കല്യാണത്തിന് വീണ്ടും വന്ന് ശ്രമിക്കണം. അപ്പോ പ്രതിശ്രുത വധു വരിക. ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത് ഈ 2 പേരാണ്, പ്രതീഷും സൽമാനും. ഇവിടെ വന്നിക്കൂ, ഇവിടെ വന്നിക്കൂ. ഇനി ഞാൻ മാറണം. ഇപ്പൊ തന്നെ എന്നെ ഓടിച്ചു വിടുക കേട്ടോ. അപ്പോ നമ്മളിവിടെ 12 കുടുംബങ്ങളെയും പരിചയപ്പെട്ടു. ഈ സ്വയംവരത്തിനുള്ള അവസാന ലെവലിൽ എത്തിച്ചു. 2 ഫൈനലിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ. ഇനി ഈ 2 പേരിൽ ആരെന്നുള്ളത് നമ്മുടെ രഞ്ജിനി. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് നമ്മള് മലയാളികളും ഞങ്ങളും എല്ലാരും കാത്തിരിക്കുകയാണ്. രഞ്ജിനി ഫൈനലിൽ 2 പേര് രഞ്ജിനിയുടെ വലതും ഇടതുമായിട്ട് നിൽക്കുകയാണ്. ഇതിൽ ആരെ ആയിരിക്കും രഞ്ജിനി കണ്ടുപിടിക്കാൻ പോകുന്നതെന്നുള്ളതിന്റെ ആകാംക്ഷയിലാണ് ഈ 12 കുടുംബം ഞങ്ങളും എല്ലാവരും. അപ്പോഴേ നിങ്ങളും കൂടെ ഒന്ന് വന്നിട്ടെ ഇതിന്റെ ഒരു എത്തിക്കണം. ആയിക്കോട്ടെ, കാരണം ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തതാണല്ലോ, എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. കറക്റ്റ് ആക്കി. ബെസ്റ്റ് ഓഫ് ലക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്കും ഒരു ആശ്വാസം. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു ദിവസം വരും. അതിന് മുകേഷ് ഏട്ടനും പിഷുവും സാബു ചേട്ടനും എല്ലാവരും ഉണ്ടാവുന്നു. ഫൈനലി സൽമാൻ ആൻഡ് പ്രതീഷ്, നിങ്ങൾക്ക് ഒരു വലിയ ഭാഗ്യമാണ്. ഒരു പുതിയ ഷോയിലോട്ട് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കല്യാണം, അതും ഇത്രയും വലിയ കേരളത്തിൽ എല്ലാവരും കാത്തിരുന്ന ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ള ഒരു വലിയ കാര്യമാണ്. രഞ്ജിനി, ലവ് മാരേജും അല്ല, അറേഞ്ച്ഡ് മാരേജും അല്ല. അതെ, ഇത് കോയിൻസിഡൻസ് മാരേജ്. അതെ. എനിക്ക് എപ്പോഴും ഞാൻ എന്ത് ചെയ്താലും ഡിഫറെന്റ് അല്ലേ? അതെ, ഡിഫറെന്റ് ആണ്. സ്വയംവരം ഒരു സെക്കൻഡ്, ഈ സ്വയംവരത്തിന് ഈ വധു ആണല്ലോ മാലയിട്ട് വരനെ മാലയിടുന്ന ആള്, അങ്ങനെയാണല്ലോ. കണ്ടോണ്ട് നിൽക്കുന്ന പ്രേക്ഷകര് വീട്ടിലിരുന്നു കൊണ്ട് തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞു. സാബു ചെന്ന് പടമാരെ വിളിച്ച് മാല എടുത്തോണ്ട് വാ, മാല എടുത്തോണ്ട് വാ. രഞ്ജിനി, ആരെയാണ് ഇഷ്ടപ്പെട്ടത്? സൽമാൻ, പ്രതീഷ്, സൽമാൻ. ശരിക്കൊരു തീരുമാനം എടുക്കും. ഇത് ജീവിതത്തിന്റെ ഒരു വലിയ തീരുമാനമാണ്. ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് ഒരു പണവട ആർക്കാണ് കൂടുതൽ അവരെ കല്യാണം. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് രഞ്ജിനിക്ക് നമ്മൾ മൗനമായിട്ട് ചിന്തിക്കാൻ സമയം കൊടുക്കുക. അതിനുശേഷം ഇതിൽ ആര് വേണം എന്നുള്ള പേര് രഞ്ജിനി പറയുക.
ജീവിതത്തിന്റെ കാര്യമാണ്. ഇവിടെ വന്ന് ഹാൻഡ് പിക്ക് ചെയ്ത എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വ്യത്യസ്തമായിരുന്നു. പക്ഷെ അതിൽ നിന്നും എനിക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റിയ രണ്ടുപേരാണ് സൽമാനും പ്രതീഷും. പക്ഷെ ഈ ഫുൾ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓരോ കാര്യവും ഇവിടെ സംസാരിച്ചു, കുറെ ടാസ്ക്സ് നിങ്ങൾ പെർഫോം ചെയ്തു. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ലൈഫിൽ അങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം. ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം, കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. അയ്യോ അയ്യോ ഐ ആം സോ നെർവസ്. വരട്ടെ. അതിപ്പോ മാലയിടണോ ആദ്യം? പേര് പറ, ആരാന്നുള്ളത് വിളിച്ച് പറ. പറ. ഓക്കെ, ഞാൻ സ്വയംവരം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ടുപേരിൽ നിന്നും പ്രതീക്ഷ. ഇതിലൊരു വലിയൊരു അത്ഭുതമാണ് നടന്നിരിക്കുന്നത്. വലിയ അത്ഭുതം എന്ന് പറഞ്ഞാല് മുകേഷ് ഏട്ടാ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് മിനിറ്റ്. പ്രതീഷ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ്. പറയൂ ഹാപ്പി മാരീഡ് ലൈഫ്. ഓൾ ദ ബെസ്റ്റ്. ഞാൻ പറഞ്ഞ മോശം, എന്റെ ഒരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചേട്ടൻ യാദൃശ്യമായിട്ടാണെങ്കിൽ ചേട്ടൻ്റെ കോയിൻസിഡൻസ് മാരേജ് എന്ന് പറഞ്ഞു. ഇതിനെ കോയിൻസിഡൻസ്, ഒരു വലിയ കോയിൻസിഡൻസ് ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഷൂട്ടിങ്ങിന് വന്നപ്പോ ബാക്കി നമ്മളിവിടെ പങ്കെടുത്ത 5 പേരും കൃത്യസമയത്ത് ഷൂട്ടിങ്ങിന് വന്ന, കൃത്യമായിട്ട് എത്തി, കൃത്യമായിട്ട് അണിഞ്ഞൊരുങ്ങി, കൃത്യമായിട്ട് എത്തിയവരാണ്. എന്നാല് പ്രതീഷ് മാത്രം ഇവിടെ ഷൂട്ടിങ്ങിന് വരാൻ അരമണിക്കൂർ വൈകിയാണ് വന്നത്. ചേട്ടാ, സംഭവം എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയി വന്നത് വേറെ ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ കാറിൽ ഇങ്ങനെ വരെയിരുന്നു, കല്യാണത്തിന് വരെയിരുന്നു. അതെ, അപ്പോഴാണെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കണു, ഒരു അഴുക്ക പട്ടി വന്ന് ഇടയിൽ കുറുക്കിൽ ഒരു ചാട്ടം. ഞാൻ എന്തൊരു ഒരു ഒറ്റ ഇടി. ഞാൻ നോക്കണോ, അത് ഞാൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ഞാൻ നോക്കണു, അത് 2 കാലിട്ട് കിടന്ന് ഭയങ്കര അടി. 2 കാല് ഒടിഞ്ഞെന്ന് തോന്നണേ. ഞാൻ പിന്നെ കാറിൽ നിന്ന് പതുക്കെ ഇറങ്ങിട്ടേ ഒരു ഒറ്റയൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ അതല്ലേ പെട്ടെന്ന് വന്ന് ഞാൻ അങ്ങനെ പട്ടിനെ ആശുപത്രി കൊണ്ടുപോയിട്ടാണ് വൈകിയത്. പട്ടി ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം. അവൻ ഇപ്പൊ പോയതിന് അവ ആശുപത്രി കൊണ്ടുപോയ എത്ര നാൾ ഞാൻ ആലോചിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാണ്. എന്തായാലും അത് ഒഴിഞ്ഞു പോയി. ഉണ്ടല്ലോ ഒരാള്. എനിക്ക് പട്ടിനെ കുറിച്ച് ആലോചിച്ചു. കല്യാണ സമയത്ത് ഇപ്പൊ അതിന്റെ ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ ദൈവമാണ് നമ്മളെ കാണിച്ചത്. ദൈവം കാണിച്ചു പോട്ടെ. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയും കഴിഞ്ഞിട്ട് ഇവൻ പട്ടിയെ കൊല്ലുന്നവനാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എന്തായി പോയിരുന്നു. ഇത് പിടിച്ച് കയ്യിലേക്ക് പിടിച്ച്. സൽമാന്റെ ആണ് യോഗം. അതായത് നമ്മൾ ഇവിടെ പരിചയപ്പെട്ട ഒരു കുടുംബത്തിനോട് ഒരു കണിയാൻ പറഞ്ഞില്ലേ, ഇന്നയാൾക്ക് ഇന്നയാളെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളത്. നീ തിന്നുന്ന അരിയിൽ നിന്റെ പേരെഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതായത് ഇന്നയാൾക്ക് ഇന്നയാളെന്ന് ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രതീഷ് അല്ല രഞ്ജിനിക്ക് പറ്റിയ വരൻ. നമ്മുടെ രഞ്ജിനിക്ക് പറ്റിയ വരൻ യാദൃശ്ചികമായി ആ ഒരു അവസരം അപ്പൊ പിഷാരടി നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നില്ല. രഞ്ജിനി അങ്ങനെ നവവധു മന്ദം മന്ദം ലജ്ജാ വിവശയായി ആ എക്സ്പ്രഷൻ ഒക്കെ വരട്ടെ. കൈയടിക്കുക എല്ലാവരും. എന്നാ 1 മിനിറ്റ് ഈ സമയത്ത് എന്നാ 1 മിനിറ്റ് പറഞ്ഞ പിന്നെ വിളിക്കാൻ പറ. ഹലോ, what are you serious? എന്റെ കൊച്ചിന് എന്നാ പറ്റിയേ? എന്നെ കൊച്ചിന് എന്നാ പറ്റിയേ?
എനിക്ക് കൊറോണ പോസിറ്റീവ് ആണ്. അവന് കൊറോണ പോസിറ്റീവ് ആണ്. 7 ദിവസം ക്വാറന്റൈൻ. 7-ാം ദിവസം നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ 7 ദിവസം ക്വാറന്റൈൻ. അപ്പൊ പോസിറ്റീവ് ആണെങ്കിലോ? സാമൂഹിക അകലം പാലിച്ചിരുന്ന് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തവനെ അവന്റെ ഒരു ഹാൻഡ് പിക്ക്. ഇറങ്ങിപ്പോടാ. എന്തായാലും ഞാൻ അയാളെ തൊട്ടില്ല. കണ്ടോ ഇവിടെ ഇന്ന് കുരുവികൾക്ക് മംഗളം. ഈ കൊറോണ അല്ലെങ്കിൽ അസുഖം എന്ന് പറഞ്ഞാൽ ആർക്കും വേണേലും വരാലോ അല്ലേ? Now the thing is, കൊറോണ വന്നാൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്വാറന്റൈൻ അത് നിർബന്ധമാണ്. സോ ഒബ്വിയസ്ലി അവരെല്ലാവരും അത് ചെയ്തേ പറ്റൂ. ലക്കിലി ഞാൻ അടുത്ത് പോയില്ല. സൽമാന്റെ രക്ഷപ്പെട്ടു. ആച്ചു നോക്കി കാത്തു നിന്ന് കിട്ടൊരു ജോലിയാണ് കുറെ നാൾക്ക് ശേഷം. അത് പോവാതെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഇനി നമുക്കൊന്ന് അടിച്ചു വിളിക്കട്ടെ. എന്തായാലും കല്യാണം എപ്പോ വേണേലും കഴിക്കാലോ. അപ്പൊ ഇനി കല്യാണം കഴിക്കുന്ന ദിവസം വരെ ഞാൻ എങ്ങനെ ഒരു ഉത്തമ ഭാര്യ ആക്കാം, അല്ലെങ്കിൽ ഉത്തമ മരുമകൾ എന്നെ ആക്കാം, നല്ലൊരു ഉത്തമ ഭർത്താവ് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ടാസ്കിലേക്ക് നമുക്ക് കടന്നാലോ? Alright, അപ്പൊ എന്തായാലും ഇനി മുതൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അടിച്ച് പൊളിക്കാൻ പോവുകയാണ്. In this fantastic new show, Xylem MBBS Mobile Entrance App presents Squad Floor Cleaners. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. Exclusive matrimony partners chavramatrimony.com, Spice Partner Eastern and powered by Milker. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ 12 ദമ്പതിമാരെയും നമ്മൾ ഇൻഡിവിജ്വലി പരിചയപ്പെട്ടു. കുറെ ടാസ്ക്സ് നമ്മൾ പെർഫോം ചെയ്തു. ഇനി ഇവരെല്ലാവരെയും ഒരുമിച്ച് കാണാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കും. Are you guys ready for this? അപ്പോൾ എന്തായാലും നമ്മുടെ അടിപൊളി 12 ദമ്പതിമാരുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് വരാൻ പോവുകയാണ് അടുത്ത ശനിയാഴ്ച. സോ അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കൂ. Yes, we'll be coming very soon. This is ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും.